പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ലോകപ്രസിദ്ധനായ വില്യം ഷേക്സ്പിയറുടെ ലോകോത്തരമായൊരു നാടകം കഥാപ്രസംഗമാക്കുന്നു കിങ് ലിയർ. ഇത് ഒരു ഭരണാധികാരിയുടെ കഥയ്ക്കപ്പുറം ഒരു അച്ഛൻ്റെ കഥയാണ്. ആരാണ് നമുക്കച്ഛൻ? സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ നാം അകറ്റിയ കൈകളാണത്. നമ്മുടെ തെറ്റുകളെ തിരുത്തി ശാസിച്ച കരങ്ങൾ കൂടിയാണത്. അല്ലാതെ ഇപ്പോഴത്തെ സിനിമാ പാട്ടിലെ അച്ഛനല്ല. എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ, എൻ്റെ അപ്പൻ കട്ടോണ്ട് പോയേ, എൻ്റെ അപ്പൻ്റെ ബ്രാണ്ടി കുപ്പി, എൻ്റെ അമ്മ കുടിച്ചു തീർത്തേ, എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ, എൻ്റെ അപ്പൻ കട്ടോണ്ട് പോയേ, എൻ്റെ അപ്പൻ്റെ ബ്രാണ്ടി കുപ്പി, എൻ്റെ അമ്മ കുടിച്ചു തീർത്തേ. ഇതിൽ അമ്മ മദ്യപാനിയും അച്ഛൻ കള്ളനുമാണ്. പ്രിയരെ, മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കളുടെ ഹൃദയ നൊമ്പരങ്ങൾക്ക് മുൻപിൽ ഞാൻ ഈ കഥ സമർപ്പിക്കുന്നു. ബ്രിട്ടനിലെ ഒരു കൊട്ടാരം. വിസ്തൃതമായൊരു രാജ്യത്തിന്റെ പരമാധികാരം നടക്കുന്നത് ഇവിടെയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, വികസനം, പ്രതിരോധം ഇവയെല്ലാം നോക്കി ഭരിക്കുന്നതോ നമ്മൾ അത്ഭുതപ്പെടും. പടുകിഴവനായ ഒരു രാജാവ്. കാഹളമുയരുന്നു, ജയകാഹളമുയരുന്നു, സൈനികരും പുരവാസികളും സ്വാഗതമരുളുന്നു. ആദരവോടവരെതിരേൽക്കുന്നു രാജ്യാധിപനാം ലിയറേ, ആദരവോടവരെതിരേൽക്കുന്നു രാജ്യാധിപനാം ലിയറേ, രാജ്യാധിപനാം ലിയറേ. ലിയർ രാജാവിന്റെ എഴുന്നള്ളത്താണ്. രാജകീയ വേഷം ധരിച്ച് അദ്ദേഹം കടന്നു വരുന്നു. ഇടതുഭാഗത്ത് മൂത്ത മകൾ, വലതുഭാഗത്ത് രണ്ടാമത്തെ മകൾ. രണ്ടുപേരും വിവാഹിതരാണ്. തൊട്ടുപുറകിൽ അവിവാഹിതയായ ഇളയ മകൾ. ഒരു സൗന്ദര്യ സാക്ഷാത്കാരം. പാരം നീണ്ടിരുണ്ട കേശഭാരം കണ്ടുകൊണ്ട് കരിങ്കാറും വണ്ട് മിണ്ടൽ പൂണ്ട് കരഞ്ഞിടുന്നു. ആകപ്പാടെ നല്ല നല്ല ശോകപ്പേടമിഴിമാരും മോഹപ്പെടും ഇവളുടെ പൊന്മുഖം കണ്ടാൽ. അവളുടെ പേര് ഡീലിയ, കോഡീലിയ. കൂടാതെ ഫ്രാൻസിലെ ഒരു രാജകുമാരൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫ്രാൻസിന്റെ ഭരണാധികാരിയായ ഒരു സുമുഖൻ. സുപ്രധാനമായൊരു തീരുമാനം രാജാവ് സദസ്സിനെ അറിയിക്കുന്നു. എനിക്ക് പ്രായമേറി, അതുകൊണ്ട് തന്നെ രാജ്യഭരണത്തിൽ നിന്നും ഞാൻ ഒഴിവാവുകയാണ്. ഈ നാടിന്റെ സർവാവകാശവും ഞാൻ എൻ്റെ 3 പെൺമക്കൾക്കുമായി വീതം വയ്ക്കുന്നു. ആദ്യം എൻ്റെ മൂത്ത മകൾ തന്നെ അവളുടെ സ്നേഹം അറിയിക്കട്ടെ. അവൾ എഴുന്നേറ്റു. അച്ഛനെ സ്നേഹിക്കുന്നു ജീവന്റെ ജീവനായി, അച്ഛനെ പൂജിക്കുന്നു ആരാധ്യ ദേവനായി. അച്ഛനെ സ്നേഹിക്കുന്നു ജീവന്റെ ജീവനായി, അച്ഛനെ പൂജിക്കുന്നു ആരാധ്യ ദേവനായി. അച്ഛനാണ് എനിക്കെൻ്റെ ആത്മശക്തി, അച്ഛനാണ് എനിക്കെൻ്റെ രക്തവും ജീവനും, അച്ഛനാണ് എനിക്കെൻ്റെ രക്തവും ജീവനും. ഒരച്ഛന് ഇതിൽ പരം കേൾക്കാനുണ്ടോ? അദ്ദേഹം സന്തുഷ്ടനായി. രണ്ടാമത്തെ മകൾക്ക് എന്താണ് പറയാനുള്ളത്? അവളും ചേച്ചിയെ പോലെ തന്നെ അഭിപ്രായം പ്രകടിപ്പിച്ചു. ഇനി ഇളയ മകൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രിയ പിതാവേ, എന്നോട് ക്ഷമിക്കണം. സ്തുതിവചനങ്ങൾ പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്നേഹം അത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കേണ്ടതല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അച്ഛനെ മാത്രമേ സ്നേഹിക്കുമെന്ന് ഈ ചേച്ചിമാർക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇവർക്ക് ഇവരുടെ ഭർത്താക്കന്മാരോട് യാതൊരു സ്നേഹവുമില്ലേ?
ഞാൻ വിവാഹിതയാകുമ്പോൾ എന്റെ സ്നേഹത്തിന്റെ പകുതി ഞാൻ എന്റെ ഭർത്താവിന് നൽകും. അതൊരലർച്ചയായിരുന്നു. നീയും നനഞ്ഞ നീതിയും പോനിന്റെ ന്യായവാദങ്ങൾ തൻ ജൽപ്പനക്കെട്ടുമായി ഇല്ല നന്നാവുകിൽ ഒരു നാളിലും പെണ്ണെ, പുല്ലുപോൽ നിന്നെ അവഗണിക്കുന്നു ഞാൻ. നാശം പിടിച്ചോളെ, ഇത്രയ്ക്കായോടി നിന്റെ ധിക്കാരം. ഇന്നു മുതൽ ഞാൻ നിന്റെ അച്ഛനല്ല, നീ എന്റെ മകളുമല്ല. എന്റെ സ്വത്തിന്റെ ഒരു അംശം പോലും ഞാൻ നിനക്ക് തരില്ല. ആ പിതാവ് തന്റെ സ്വത്തുക്കളെല്ലാം 2 പെൺമക്കൾക്കുമായി വീതം വെച്ചു. ലിയർ രാജാവ് സ്വത്തൊന്നും എടുത്തില്ല. ഈ സമയം ഫ്രാൻസിലെ ആ രാജകുമാരൻ ഡീലിയയെ ആശ്വസിപ്പിക്കുന്നു. ഡീലിയ, സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും സ്വഭാവ ശുദ്ധി കൊണ്ട് നീ സമ്പന്നയാണ്. നീ പോരുന്നു എന്റെ കൂടെ. ഫ്രാൻസിന്റെ മഹാറാണിയാകുവാൻ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. ഒരിടത്ത് നഷ്ടപ്പെട്ടത് മറ്റൊരിടത്ത് പരിഹരിക്കപ്പെടുമെന്നല്ലേ? അവൾ സമ്മതമറിയിച്ചു. ദാ ഒരു കപ്പൽ നീങ്ങുന്നു. അതിൽ ഫ്രാൻസിലെ ആ രാജകുമാരനൊപ്പം ഡീലിയായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ലിയർ രാജാവും പരിവാരങ്ങളും മൂത്ത മകളുടെ വസതിയിൽ താമസം ആരംഭിച്ചു. ഇനി 1 മാസം അവിടെയാണ്. രാജകാര്യങ്ങൾ നോക്കേണ്ട, ജനങ്ങളുടെ വിശേഷങ്ങൾ അറിയേണ്ട, യാതൊരു അധ്വാനവും വേണ്ട. എന്തൊരു സമാധാനം! പലപ്പോഴും അവിടെ പാട്ടും നൃത്തവുമാണ്. തകിടത്തിന്തിമി തകിടത്തിന്തിമി തകിടത്തിന്തിമിത്തേ, തകിടത്തിന്തിമി തകിടത്തിന്തിമി തകിടത്തിന്തിമിത്തേ, തപ്പുകൊട്ടി താളമിട്ട് പാട്ടുപാടി നൃത്തമാടി ആനന്ദമായി ആഘോഷമായി കൊട്ടാരമാകെ ഉണർന്നേ. തകിടത്തിന്തിമി തകിടത്തിന്തിമി തകിടത്തിന്തിമിത്തേ തിന്തിമിത്തേ. നിർത്ത്! എന്താ ഇവിടെ? മൂത്ത മകളുടെ കനത്ത ശബ്ദം. ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ് 100 മാണമ്പികളുമൊത്ത്. ഇതിവിടെ പാടില്ല, ഞാൻ അനുവദിക്കില്ല. അച്ഛൻ എന്തിനാ ഈ 100 പേർ? എന്തൊക്കെ നാശങ്ങൾ അവരുണ്ടാക്കിയിരിക്കുന്നത്? ഇവരെ വേഗം പറഞ്ഞു വിട്ടേക്ക്. പറ്റില്ലെങ്കിൽ അച്ഛനെ പറയുന്നോ? കൊടുങ്കാറ്റിന്റെ വേഗതയിലാണ് അവർ പോയത്. നേരം അർദ്ധരാത്രിയോടടുക്കുന്നു. 2ാമത്തെ മകളെ വിളിച്ചുണർത്തി. എന്താ അച്ഛാ, എന്താ ഈ അസമയത്ത്? ചേച്ചിയുടെ കൂടെ 15 ദിവസമല്ലേ ആയുള്ളൂ. 1 മാസമല്ലേ അവിടെ കഴിയേണ്ടത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകണം. ചെന്ന് ക്ഷമ ചോദിക്കണം. 1 മാസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. പിന്നെ വരുമ്പോൾ ഒരു കാര്യം, ഈ പരിചാരകരാരും കൂടെ പാടില്ല. 2ാമത്തെ മകളുടെ പൊട്ടിത്തെറിക്കുന്ന വാക്കുകൾ കേട്ട് ആ പിതാവ് സ്തംഭിച്ചുപോയി. മക്കളെ, നിങ്ങൾ ചൊന്ന വാക്കുകൾ ഹൃദയത്തിലുണ്ടെന്നും ഒന്നുമേ ഞാൻ മറക്കുകയില്ല എന്റെ കാലം തീരുന്ന നാൾ വരെ. മക്കളുടെ സ്നേഹമില്ലായ്മയും സ്വാർത്ഥതയും ലിയർ രാജാവിന് മനസ്സിലായി. എല്ലാം കഴിക്കലായപ്പോ നെറുകയോട് പറയുന്നു, മക്കളെ, ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ്. ഇനി ഒരു ഭിക്ഷക്കാരനെ പോലെ നിന്റെയൊക്കെ കൂടെ കഴിയണമെന്നോ? ഓ ജീസസ്, ഈ മക്കളെയാണല്ലോ ഞാൻ ഓമനിച്ച് വളർത്തിയത്. ലിയർ ഇരുളിലേക്ക് ഇറങ്ങി നടന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പരിഹാസഗാനം. പെട്ടിക്കുള്ളിൽ പണമേറുന്നോരച്ഛനെ നോക്കാൻ ആളുണ്ട്, 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 ആളുകൾ അനവധിയുണ്ട്. സമ്പത്തെല്ലാം വീതം വെച്ചോരച്ഛനെ നോക്കാൻ ആളില്ല, ആളില്ല, ആളില്ല. അച്ഛനെ നോക്കാൻ ആളില്ല, അച്ഛനെ നോക്കാൻ ആളില്ല. മഴ തുടങ്ങി. കനത്ത മഴ, ശക്തിയായ കാറ്റ്. ഇതൊക്കെ അവഗണിച്ച് ലിയർ മുന്നോട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സേവകരെ ആരെയും കാണാനില്ല. പെട്ടെന്ന് ആ വൃദ്ധൻ തലചുറ്റി താഴേക്ക് വീണു. ഈ സമയം രാജാവിനെ അടുത്തറിയാവുന്ന ഒരു പൗരൻ അദ്ദേഹത്തെ ആ ചെളിക്കുഴിയിൽ നിന്നും പൊക്കിയെടുത്ത് ഡോവർ എന്ന സ്ഥലത്തുള്ള ഒരു ചെറുമാടത്തിൽ കൊണ്ടുവന്ന് കിടത്തി. വെള്ളവും ഭക്ഷണവും കൊടുത്തു. മാനസിക നില ആകെ തെറ്റിയതുപോലെ.
പോയി പോയി, എല്ലാം പോയി. തനി ഭ്രാന്താവസ്ഥ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോവർ തുറമുഖത്ത് ഒരു കപ്പൽ വന്നെടുത്തു. ഒരു വലിയ സൈനിക സന്നാഹം തന്നെ ആ കപ്പലിലുണ്ട്. കൂടെ ഡീലിയായി. അച്ഛനെ കണ്ട നിമിഷം അവൾ നിശ്ചലയായി. ദൈവമേ, ഞാനീ കാൺമതെന്നച്ഛനോ അതോ ഭ്രാന്തനോ? ഇല്ല, സഹിക്കാവതല്ല ഈ കാഴ്ച. രക്തബന്ധങ്ങളെ മാപ്പിൽ ഒരിക്കലും. അധികം വൈകാതെ തന്നെ ഡീലിയ അച്ഛന്റെ സുരക്ഷിതത്വം ഏറ്റെടുത്ത് വിദഗ്ധ ചികിത്സ നൽകി. 2 ആഴ്ച കഴിഞ്ഞ് ഓർമ്മ തിരിച്ചു കിട്ടിയ ലിയർ മകളെ തിരിച്ചറിഞ്ഞു. മോളെ ഡീലിയ, നീ എന്നോട് ക്ഷമിക്കണം. വലിയ തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്. ഞാനൊരു വിഡ്ഢിയായ പിതാവാണ്. എന്റെ മോള് എന്നെ വിട്ടു പോകരുത്, എന്നെ ഒറ്റയ്ക്കാക്കരുത്. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ സൈന്യവും സഹോദരിമാരുടെ സൈന്യവും തമ്മിൽ ഭീകരമായൊരു പോരാട്ടം. വാളും പരിചകളും കൂട്ടിമുട്ടുന്നു. ഇരുഭാഗത്തും സൈനികർ പിടഞ്ഞു വീഴുന്നു. വാൾമുനകൾ ജീവനപഹരിക്കുന്നു. ആ പടനിലമാകെ രക്തപ്രവാഹം. ഫ്രാൻസിയൻ സേനയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ പരാജിതരായി. ആ നിമിഷം തന്നെ സൈനികർ ഡീലിയായെ പിടികൂടി. വിട്, എന്നെ വിട്. സഹോദരിമാരെ, ഒരച്ഛന്റെ മക്കളാണ് നമ്മൾ, ഒരമ്മയുടെ വയറ്റിൽ പിറന്നവർ. പക്ഷേ അവരത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. കുടില തന്ത്രമൊരുക്കി ജീവിത വഴികൾ തേടുന്നു. ദുഷ്ടബുദ്ധികൾ വാഴും ഇവിടെ കപടവേഷവുമായി, കപടവേഷവുമായി. സ്വാർത്ഥലാഭം മാത്രമാണവർ കണ്ണുവയ്ക്കുന്നു. മിത്രബന്ധം ചതിയൊരുക്കി പകിടയെറിയുന്നു, പകിടയെറിയുന്നു. ഇവർ രാജ്യദ്രോഹിയാണ്. അനുമതി കൂടാതെ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി ഇവളെ മരിക്കുന്നത് വരെ തൂക്കിക്കൊല്ലാൻ ഈ ഭരണകൂടം വിധിക്കുന്നു. ശിക്ഷ നടപ്പാക്കും മുമ്പ് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കെട്ടഴിഞ്ഞ കാട്ടുകുതിരകളെ, ഈ ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള നിങ്ങളുടെ ഭരണക്രമം ഏകാധിപത്യമാണ്. അതുണ്ടാക്കുവാൻ പോകുന്ന വലിയ ദുരന്തത്തിന്റെ ശിക്ഷ പ്രവചനാതീതമാണ്. എല്ലാ കോട്ടക്കൊത്തളങ്ങളും പുരാവസ്തുവാകും. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പെടുക്കും. എല്ലാ സുൽത്താൻമാരും വെളിച്ചമില്ലാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും. ഇതിനകം ആ കൊലക്കയർ അവളുടെ കഴുത്തിൽ മുറുകി. വിവരമറിഞ്ഞ ആ പിതാവ് ഓടി തടവറയ്ക്ക് മുന്നിലേക്ക് എത്തുമ്പോഴേക്കും വിധി നടപ്പാക്കി കഴിഞ്ഞിരുന്നു. മോളെ ഡീലിയ, എന്റെ കുഞ്ഞ്, എന്നെ വിട്ടു പോയല്ലോ. പട്ടിക്കും എലിക്കും കുതിരയ്ക്കും ജീവനുണ്ട്. എന്റെ ഡീലിയ മോക്ക് മാത്രം ജീവനില്ല. മോളെ ഡീലിയ. ഹൃദയം നിശ്ചലമായ ആ പിതാവ് കുഴഞ്ഞു താഴേക്ക് വീണു. നാം ഒന്ന് നിരൂപിക്കും, മറ്റൊന്നായി തീരും ഫലം. നാം അത് കണ്ടാർത്തരായി നിഷ്ഫലം വിലപിക്കും. ജീവിതം ഓർത്താൽ ഒരു കടങ്കഥയാണ്. ആർക്കും ആവില്ല ശരിയായൊരുത്തരം സ്ഥാപിക്കുവാൻ. തീവ്ര ദുഃഖത്തിന്റെ പെയ്തിറങ്ങിയ കാർമേഘം പോലെയായി ലിയറുടെ അന്ത്യം അവിടെ പൂർണ്ണമാകുന്നു. കിങ് ലിയർ. നന്ദി, നമസ്കാരം.